തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. കരുമം സ്വദേശി ഷീജയാണ് മരിച്ചത്. ദുരൂഹത ഉണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് ഷീജയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10:30 സംഭവം. ആളൊഴിഞ്ഞ പുരയിടത്തിൽ നിന്ന് സ്ത്രീയുടെ നിലവിളിയും തീയും പുകയും ഉയരുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടേതാണ് ശരീരമെന്ന് മനസ്സിലായെങ്കിലും പിന്നീട് കരുമം സ്വദേശി ഷീജയുടേതാണ് മൃതദേഹമെന്ന് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും. അവരുടെ മരണപ്പെട്ട ആളിനെ ഇപ്പോൾ ഐഡന്റിഫൈഡ് ആയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എടുത്ത് മറ്റു നടപടികളിലേക്ക് കിടക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടേണ്ടതായിട്ടൊക്കെ ഉണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഷീജയുടെ ബന്ധുക്കൾ ആരോപിച്ചു. വീട്ടുകാരുമായി അകന്നു കഴിഞ്ഞിരുന്ന ഷീജ മുൻപ് സജി എന്ന സുഹൃത്തിനൊപ്പം ഒരുമിച്ച് താമസിച്ചിരുന്നു. സജിയുടെ വീടിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിന് മുമ്പേ 2-3 തവണ ഇവളെ ഉപദ്രവിച്ചതായിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട്, മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ തങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഇവിടെ കാരയ്ക്കാൻ മണ്ഡപത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയതാണ് ഇവർ ഇങ്ങോട്ട് പോയത്. ഇവളും വേറൊരു കൂട്ടുകാരിയായിട്ട് മെഡിക്കൽ കോളേജിൽ അവരവിടെ ഉള്ളൂരാണ് ഒരു കടയിലാണ് സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ റൂം എടുത്ത് അവിടെ താമസം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് സജിയും ഷീജയും കണ്ടിരുന്നതായാണ് പോലീസിന്റെ നിഗമനം. ദുരൂഹത നീക്കാൻ സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മീഡിയ 1 തിരുവനന്തപുരം.